ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മള് അടുത്ത സെക്ഷൻ ആണ് സംസ് ആൻഡ് ഏരിയാസ്. ഈ സെക്ഷനിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മള് ഒരു ഫംഗ്ഷൻ നമ്മള് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 x belongs to closed interval 0, 3 എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക? നമുക്ക് എക്സ് 0 മുതൽ 3 വരെ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സിന്റെ വാല്യൂസ്. നമ്മൾ എക്സ് ആക്സിലാണല്ലോ കൊടുക്കുക. അപ്പൊ 0, 1, 2, 3. എക്സ് 0 മുതൽ 3 വരെയാണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ വൈന്റെ വാല്യൂ വൈ ആക്സിലാണ് നമ്മൾ കൊടുക്കുക. വൈ ആക്സ് 1 എന്നുള്ളത് ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. 0 to 3, 1 എന്നുള്ളത്. അപ്പൊ ഇതായിരിക്കും ഗ്രാഫ്. എക്സ് 0 to 3, 1 എന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. അപ്പൊ ഇതിന് പകരം ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എക്സ് ബിലോങ്സ് ടു 0 to 1 അല്ലെ എക്സ് ഇങ്ങനെ എഴുതുന്നുണ്ടാവും. 0 ലെസ് ദാൻ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ 1, 2 1 less than or x less than 2. 3 2 less than or equal to x less than or equal to 3. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക? അപ്പോ നമുക്ക് വരയ്ക്കാന് അതിന് സ്കെയിൽ ഉപയോഗിക്കണം. എക്സ് ആക്സ് വരച്ചു. y ആക്സ് വരച്ചു. ഇനി 0 മുതൽ 1, 2, 3 അടയാളപ്പെടുത്തി. ഇനി 0 to 1 നമുക്ക് ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെയും 1, 2, 3 ആണ്. എങ്ങനെയാണ്? 0 മുതൽ 1 വരെ, 1ന്റെ തൊട്ട് മുമ്പ് വരെ അല്ലെ? 0 മുതൽ 1 വരെ അല്ല, ലെസ് ദാൻ 1 ആണ്. അപ്പൊ 0 മുതൽ 1ന്റെ തൊട്ട് മുമ്പ് വരെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഇങ്ങനെ ഫംഗ്ഷൻ ഗ്രാഫ് വരിക. ഇവിടെ ഇങ്ങനെ ഈ 1 ഇങ്ങനെയാണ് വരിക. ഇനി 1 മുതൽ 2 വരെ എന്ന് പറയുമ്പോ 1ൽ തുടങ്ങി 2 വരെ 2 ആണ്. അപ്പോ ഇവിടെ ഫിൽ ചെയ്തിട്ട് ഇതാ. ആൻഡ് 2 മുതൽ 3 വരെ 3 ആണ്. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫംഗ്ഷന്റെ ഡൊമൈന്, ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 0, 3. Closed interval 0, 3 is broken into sub intervals. ഏതൊക്കെ ഇന്റർവെല്ലിലേക്കാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്? 0 മുതൽ 1 വരെയുള്ള ഒരു ഇന്റർവെല്, 1 മുതൽ 2 വരെയുള്ള ഒരു ഇന്റർവെല്, 2 മുതൽ 3 വരെയുള്ള ഇന്റർവെല്. അങ്ങനെ 3 ഇന്റർവെൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എത്രയോ ഇന്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓരോ ഇന്റർവെല്ലും ഫംഗ്ഷന്റെ ഗ്രാഫ് കോൺസ്റ്റന്റ് ആണ്. കണ്ടോ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഗ്രാഫ് ആണ്.
ഓരോ ഇന്റർവെല്ലിലും ഫംഗ്ഷന്റെ ഗ്രാഫ് കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? A function g on the interval closed AB is called a step function if closed interval AB can be broken into smaller intervals with G is constant in each part. In other words, there should be numbers x0, x1, etc. xn with a equal to x0 less than x1 less than x2 etc. less than xn equal to b such that G is constant on each of the intervals x0, x1, x1, x2, etc. xn minus 1. അതിന്റെ എൻഡ് പോയിന്റിൽ എങ്ങോട്ടും ആവാം ഫംഗ്ഷന്റെ വാല്യൂ x0, x1 എന്നുള്ള x1ന്റെ അവിടെ ക്ലോസ്ഡ് ആവാം, അല്ലെങ്കിൽ x1ന്റെ അവിടെ ക്ലോസ്ഡ് ആവാം, എവിടെയെങ്കിലും ഒരിടത്ത് ക്ലോസ്ഡ് ആവാം. അപ്പൊ ഇതിനാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഗ്രാഫ് കണ്ടോ സ്റ്റെപ്പ് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ +2 ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഇനി the list not comma x1 comma etc xn is called a partition of closed. നമ്മളുടെ എക്സാമ്പിളിലേക്ക് വരാം. നമ്മളുടെ എക്സാമ്പിളിൽ നമ്മൾ 0 to 3 എന്നായിരുന്നു നമ്മളുടെ ഇന്റർവല്. അപ്പൊ 0 to 3 നമ്മള് 1ഉം 2ഉം ഇൻസേർട്ട് ചെയ്തു. നമ്മളുടെ x0 എന്താണ് 0, x1 എന്താണ് 1, x2 എന്താണ് 2, x3 എന്താണ് 3. x3 ഇതാണ് x0, ഇതാണ് xn.
അപ്പൊ നമ്മൾ എത്ര ഇന്റർവൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് x0 x1 x1 x2 x2 x3 അങ്ങനെ 3 ഇന്റർവൽ ആയിട്ട് നമ്മളുടെ മൊത്തം ഇന്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്തു. അതുകൊണ്ടാവും ദിസ് ദ ഫസ്റ്റ് ഇന്റർവൽ, സെക്കൻഡ് ഇന്റർവൽ, തേർഡ് ഇന്റർവൽ. ഓരോ ഇന്റർവെല്ലിലും ഫംഗ്ഷന് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ സെറ്റിനെ അത് 0 0 1 2 3 ഈ സെറ്റിനെ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0 3 എന്ന് പറയും. അപ്പൊ തുടങ്ങുന്ന എവിടെയാണ്? ഇതിന്റെ ആദ്യത്തില് അവസാനിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് പോയിന്റ്സ് ഇൻസേർട്ട് ചെയ്ത് ആ പോയിന്റിലൊക്കെ ഇന്റർവെൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ദിസ് കോൾഡ് ദ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ A. Now നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഡ്രോ എ ഗ്രാഫ് of the step function G defined on 2 for by is the function g of x equal to 1 if 2 less than or equal to x less than or equal to 2.5, 3 if 2.5 less than x less than 3.5, 2 if 3.5 less than or equal to x less than or equal to 4. The function is defined on 2 to 4. It is splitted into 3 subintervals. In each subintervals, the function has the values given like this. Now, draw the graph. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഇനി ഈ 1ന് പകരം -1 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെങ്കിൽ 3ക്ക് പകരം -3 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, പോസിറ്റീവ് ആകുമ്പോൾ എക്സ് ആക്സിന്റെ മുകളിലായിരിക്കും, നെഗറ്റീവ് ആകുമ്പോൾ എക്സ് ആക്സിന്റെ താഴെ ആയിരിക്കും സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഏരിയ ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെയാണ് ഐഡിയ, അല്ല സോറി, അങ്ങനെ ആവുമ്പോ ഇങ്ങനെ തന്നെയാണ് ഗ്രാഫുകള് വരിക. ഇനി നമ്മൾ മറ്റൊരു വിധത്തിലാണ് ആലോചിക്കുന്നത്. വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫിന്റെ താഴെ ഏരിയ കണ്ടുപിടിക്കുക എങ്ങനെയെന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ഈ ആദ്യം വരച്ച ഗ്രാഫ്, ഓക്കെ, f of x equal to 1 x 0 to 1, ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാല് ശരിക്കും നോക്കുക, ഈ ഏരിയ ഉണ്ടാവും. നമുക്ക് ഒരു ഗ്രാഫിനും എക്സ് ആക്സിനും ഇടയിലുള്ള ഏരിയക്കാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിനും എക്സ് ആക്സിനും ഇടയിൽ എൻ്റർ ഡൊമൈനിലുള്ള ഏരിയക്കാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത്. വാട്ട് വിൽ ബി ദിസ് ഏരിയ? ഈ ഏരിയ കാണാന് നമുക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പോ അല്ലേ, ഇപ്പൊ നമുക്ക് പറയാം 1 into 1 അല്ലേ, പ്ലസ് ഇതിന്റെ ഈ ഏരിയ എന്തായിരിക്കും? 2 ആണ്. 2 into 1 പ്ലസ് ഇതോ 3 into 1 അല്ലെ. റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാൻ അറിയില്ലേ? ഹൈറ്റ് 3, ഈ ഡിസ്റ്റൻസ് ഇതൊക്കെ 1 യൂണിറ്റ് ആണ്, റൈറ്റ്? എത്ര വരിക? 1 + 2 + 3 എത്ര വരിക? 6 യൂണിറ്റ് ആണ്. നോക്കെ, ഈ 6 നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? നേരിട്ട് കാണാൻ പറ്റും. കാരണം ഇവിടെ നോക്കാം,
1 ഇൻറ്റു ഇങ്ങോട്ട് വരിക, അതായത് നമ്മളുടെ ഈ ഫംഗ്ഷൻ നേരിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തേക്ക് വരിക. നമുക്ക് 1 ഇൻറ്റു ഈ ഇന്റർവെലിന്റെ ലെങ്ത്. ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പ്ലസ് 2 ഇൻറ്റു ഈ ഇന്റർവെലിന്റെ ലെങ്ത് 2 മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു ഇന്റർവെലിന്റെ ലെങ്ത്. അതല്ലേ ശരിക്കും കിട്ടുക? ദാറ്റ് ഈസ് ജനറൽ ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ വരച്ചാല് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയില് എഫ് ഓഫ് എക്സ് എന്നുള്ള സോറി ഏതോ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇതാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇത് K1 ആണെങ്കിൽ ഇത് ഇത് K2 ആണെങ്കിൽ ഇത് അല്ലെ, ഇത് K3 ആണെങ്കിൽ ഇത് K4 ആണെങ്കിൽ അല്ലെ, ഇത് K5 ആണെങ്കിൽ ഇത് K6 ആണെങ്കിൽ what will be the area under the graph? നമ്മൾ ഇതിനെ x0 എന്ന് വിളിക്കും, ഇവിടെ x1 കൊടുക്കും, ഇവിടെ x2 കൊടുക്കും, ഇവിടെ x3 കൊടുക്കും, ഇവിടെ x4 കൊടുക്കും, ഇവിടെ x5 കൊടുക്കും, ഇവിടെ x6 കൊടുക്കും. What will be the area? Area will be first rectangle area എന്ന് പറഞ്ഞാല് K1 into x1 minus x0 plus K2 into x2 minus x1 K3 into എന്താണ് x3 minus x2 plus K4 into എന്താണ് വരിക x4 minus x3 plus K5 into x5 minus x4 plus K6 into x6 minus x5. This will be the area. Or in the function is a1 x0 a equal to x0 and x0 less than or x less than x1, k2 x1 less than x less than 2, x1 less than or equal to x less than or equal to x2. ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. ചിലപ്പോ ഈക്വൽ ടു ഉണ്ടാവും, ചിലപ്പോ ലാസ്റ്റ് kn എന്ന് പറഞ്ഞാല് xn minus 1 less than x less than xn. ഇങ്ങനെയാണ് ഫംഗ്ഷന്റെ വാല്യൂസ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? K1 ഇൻറ്റു ഈ ഇന്റർവെലിന്റെ ലെങ്ത് പ്ലസ് K2 ഇൻറ്റു ഈ ഇന്റർവെലിന്റെ ലെങ്ത്. അങ്ങനെയാണ് നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോ if f of x is a step function, then the area under the graph, total area under the graph, if f of x is a step function, defined on AB and x0, x1, etc., xn are a partition of closed interval AB and f of x equal to ki x belongs to xi minus 1 xi plus no xi plus 1 ആണോ? f of x equal to ki x belongs to x0 x1 ല് k1, then area under the graph equal to k1 into x1 minus x0
2 into I equal to 1 etc. n k2 into x2 minus x1 plus etc. plus kn into xn minus 1. What is that? Equal to ഇതൊരു ഫസ്റ്റ് ഒരു ടേമിന്റെ ജനറലൈസ് ചെയ്ത് എന്താ പറയാ കെ ഐ ഇൻറ്റു അല്ലെ കെ ഐ ഇൻറ്റു k1 k2 എക്സെട്ര kn ഉണ്ടല്ലോ അതേപോലെ ആദ്യത്തെ ടേം എന്താണ് x1 x2 എക്സെട്ര xn ആണ് അപ്പൊ xi തൊട്ട് മുമ്പത്തെ ടേമിൽ x2 x1 ആണ് x1 ആണ് ഓർക്കുന്നത് xn xn മൈനസ് 1 ആണ് ഓർക്കുന്നത് അപ്പൊ xi നേരെ ഓർക്കുക xi minus 1 sigma I starts from 1 and ends at here. This is the area under the graph. And what is xi minus 1? Okay, ഈ ഇന്റർവെലിന്റെ ലെങ്ത് അപ്പോ ഫസ്റ്റ് ഇന്റർവെലിന്റെ ലെങ്ത് ആണ് x1 minus x0. അപ്പൊ xi minus 1 നമ്മള് ഡെൽറ്റ xi equal to xi minus 1 എന്ന് പറയും. It is length of ith interval in the partition. So we write this as sigma I equal to 1 to n ki into delta x. Okay, ഇപ്പോൾ ഇതാണ് എന്താ പറയാ നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷന്റെ താഴെ ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പൊ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ ജി? What is the area under G? 1 into what is the length of the interval 2 to 2.5? 1 into 0.5 plus 3 into what is the interval? 1 into length of this interval plus 3 into length of this interval plus 2 into length of this interval. Okay, ഇതാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.